കിട്ടുന്നില്ലല്ലോ. പണ്ടാരം. നീ പറഞ്ഞ ശരിയാ. എനിക്ക് ഈ ഫോർക്കും നൈഫും ഉപയോഗിക്കാൻ അറിയില്ല. എനിക്കത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതെന്റെ കൾച്ചർ അല്ല. അങ്ങനെ വഴിക്കുവാ. എടി, നമ്മുടെ ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നതേ ഇംഗ്ലീഷുകാരുടെ രീതികൾ കഷ്ടപ്പെട്ട് പഠിച്ച് ശ്വാസം മുട്ടി ജീവിക്കാനല്ല. നമ്മളെ സംസ്കാരം നമ്മൾ ആസ്വദിച്ച് ജീവിക്കാനാ. അപ്പൊ വലിയ ഹോട്ടൽസിലും പാർട്ടീസിലൊക്കെ പോകുമ്പോ ഇതുപോലെ കൈകൊണ്ട് കഴിക്കണായിരിക്കും അല്ലേ? കഴിച്ചാൽ എന്താ കുറ്റം? എവിടെയും നമ്മുടെ സംസ്കാരത്തിന് മുൻപന്തിയിൽ സ്ഥാനം കൊടുക്കണം. അല്ലാതെ കഷ്ടപ്പെട്ട് ബാലൻസ് ചെയ്ത് ഈ ആയുധം വെച്ച് കഴിച്ചിട്ട് നിനക്ക് വല്ല സംതൃപ്തിയും കിട്ടുന്നുണ്ടോ? അത് ശരിയാ. വയറ് നിറഞ്ഞുന്ന ഫീലിംഗ് അല്ലാതെ ഫുഡ് തരം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ, എന്നാ മോളൊന്ന് നിരായുധയായിക്കേ. നിറായത? ആ ശൂലവും കത്തിയും താഴടാൻ. എന്നിട്ട് കഴിച്ചു നോക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഫുഡ് കഴിക്കുന്ന പോലെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞേ. ഫിംഗർ ബൗൾ. ഒരു മിനിറ്റേ. എത്ര അതിന്? ഫ്രീ ആണ് സർ. എന്നാ ഒരു 3 എടുത്തോളൂ. സാർ അത് കൈ കഴുകുന്ന സാധനമാണ്. എന്നാ 2. ആരും കേട്ടില്ലല്ലോ. നാട്ടിച്ചു. ഹലോ. ചെറിയ അക്ഷരത്തിൽ ഓതി. പിന്നെ 500 മാറ്റി 1000 പ്രാവശ്യം മര്യാദയ്ക്ക് ഫുഡ് ഇൻസ്പെക്ടറിന് തെറ്റാതെ എന്നെ രാവിലെ തന്നെ എഴുതി കാണിക്കണം. അല്ലെങ്കിൽ അപ്പൊ കാണാം. നീ വേണ്ടണ്ട. അയാള് നിന്നോട് ഫുഡ് ഇൻസ്പെക്ടറാന്ന് പറഞ്ഞു എന്നല്ല പറഞ്ഞത്. പറഞ്ഞത് ശരിയാ, പക്ഷെ അയാളല്ല പറയുന്നത്. സുനില് റോയിച്ച അവനെ വിളിച്ചിട്ട് 1000 എന്നുള്ളത് മാറ്റി 10,000 ആക്കി റോയിച്ച. നീ അധികം പറയണ്ട. എടാ, ആരെടുത്തെങ്കിലും ഒരാൾ പോയി ചോദിക്കോ കഴിച്ചിട്ട് വല്ല കുഴപ്പമുണ്ടോ, ബാക്കിയും കൂടി കഴിച്ചിട്ട് വേഗം അഭിപ്രായം പറയാനൊക്കെ. ശരിയാ, അയാളങ്ങ് പേടിച്ചു പോയി. സത്യത്തിൽ അയാൾ ആരായിരുന്നു റോയിച്ച? ഏതോ ഒരു ഇവന്റ് മാനേജ്മെന്റുകാരൻ. അയ്യേ, ഞാൻ ഉണ്ടാവേണ്ടതായിരുന്നു. ഒന്നും സംഭവിക്കില്ലായിരുന്നു. നീ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഫുഡ് ഇൻസ്പെക്ടർ പരീക്ഷ പോയി പഠിച്ച് പാസ്സായി വന്നിട്ട് നമ്മുടെ കോഫി ഷോപ്പ് പൂട്ടിച്ച്. ഏതായാലും കോഫി ഷോപ്പിൽ ഇനി എന്റെ ഒരു കണ്ണുണ്ടാവും. അതെന്താ സ്വന്തം കോഫി ഷോപ്പിനെ റോയിച്ചൻ കണ്ണു വെക്കുന്നേ? പോടാ അവിടെ. അല്ല റോയിച്ചൻ എന്തിനാ ഞങ്ങളുടെ ചൂടാവുന്നേ? റോയിച്ചനെ അയാളെ കണ്ട് പേടിച്ചല്ലോ. അത് പിന്നെ ഈ ഫുഡ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും പേടിക്കൂല. അയ്യോ, എങ്ങനെ പിന്നെ എന്താണ് റോയിച്ച? അയ്യോ അയ്യോ അല്ല, എന്താ റോയിച്ച ഇത്? എന്തൊക്കെയായിരുന്നു? പിന്നെ എന്നെ കൂടെ കൊല്ല്. കഷ്ടം. എന്റെ സിനിമാ സ്വപ്നം ഇനിയും തീണ്ടാപ്പാടകലെയോ. ആഹാ, നല്ല ടൈറ്റിൽ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താ മാജിക് പെന്നാ? നിങ്ങൾ ഒരു എഴുത്തുകാരനാണോ? അതെ. മറ്റെഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തനാണോ നിങ്ങൾ? ആണല്ലോ. എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നില്ല? എങ്കിലിതാ നിങ്ങളുടെ സിരകളിൽ നിന്നും ഭാവനയെ ഉണർത്തി വിരൽ തുമ്പിലെത്തിക്കാൻ ഞങ്ങളിതാ അവതരിപ്പിക്കുന്നു മാജിക് പെൻ. എത്ര അതിന്റെ വില? 850 രൂപ മാത്രം. 250? എഴുത്തച്ഛാ, റോയിച്ചാ, എന്താ നീ എന്തിനാ വിളിച്ചേ? പേന. ഒന്ന് പോയി കുളിക്കട കൂടെ. പെണ്ണുങ്ങളുടെ പോലെ തലയിൽ പേനും വെച്ചോണ്ട് നടക്ക. ആ പേനല്ല, പിന്നെ ഈ പേന. എന്ത് പേന? ഇത് നോക്ക്. നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. എന്താ റോയിച്ച, ഈ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടാക്കുവോ? എടാ, ഇതൊക്കെ വെറും തട്ടിപ്പാടാ. ഇങ്ങനെ ഭാവന ഉണ്ടാവാനാണെങ്കിൽ ഇവിടുത്തെ എഴുത്താർക്കൊക്കെ ഓസ്കാർ കിട്ടണമല്ലോ. ഇല്ല റോയിച്ച,
ഇത് പുതിയ ടെക്നോളജിയാ. പഴയ കാലത്ത് ഇതില്ലല്ലോ. അതുകൊണ്ടാണ് എല്ലാവർക്കും ഓസ്കർ കിട്ടാതിരുന്നത്. ശരി, ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? ഓസ്കർ വേണോ? വേണ്ട, ഈ പേനയൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു. എടാ നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ? എടാ ഇതൊക്കെ ചുമ്മാ കളിപ്പീരാ, പൈസ കിട്ടാനുള്ള ഓരോ പണിയാ. ഇല്ല റോയിച്ച, സത്യ. എത്ര എത്ര അനുഭവസ്ഥരെ കഥ അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്ക്. അതൊക്കെ അവരെന്നെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതാ. അല്ല റോയിച്ച, എന്റെ മനസ്സ് പറയുന്നു ഈ പേന കൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു. ആഹാ, അങ്ങനെ നിന്റെ മനസ്സ് തോന്നിയത് പറഞ്ഞ് ശീലിക്കണ്ട. അത് നമുക്ക് വേണ്ട. ആ പേന മോനങ്ങ് മറന്നേക്ക്. ശരിയാ, ഞാൻ ടോണി അല്ലല്ലോ റോയിച്ചനോട് അത് വാങ്ങിത്തരാൻ പറയാൻ. സോറി റോയിച്ച, ഇനി ഞാനത് പറയില്ല. എടാ അത് പോട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ടോണിയോടാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയൂ. പറ, ആ പേനയുടെ വില എത്ര? നമുക്കത് വാങ്ങാം. 750 രൂപ. നീ ബുക്ക് ചെയ്തോ? പൈസ ഞാൻ തരാം. താങ്ക്സ് റോയിച്ച. ഓ ഓ, ഓ. ആ? ജിങ് 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 ജിങ്.